കത്തിരിക്ക ഗുസ് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പൊങ്കൽ, ചോറ്, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് വിളമ്പാവുന്നതാണ്. കുക്കറിൽ ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉലുവയും കരിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചെടുക്കുക. ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് 3-4 പച്ചമുളകും ഒരു സവോളയും. സവോള ചേർക്കണമെന്ന് നിർബന്ധമില്ല. സവോള ചേർക്കാത്ത ദിവസത്തിൽ നമുക്ക് ആ സവോള അവോയ്ഡ് ചെയ്യാം. ഒന്ന് മൂത്തതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇത് വീട്ടിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ്. പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. അപ്പോൾ ആ പൊടികൾ അടിയിൽ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. നന്നായിട്ടൊരു തള വരുമ്പം അതിലേക്ക് 250 ഗ്രാം കത്തിരിക്ക ഇതുപോലെ ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി കുറച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഇതിലേക്കൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 2-3 കപ്പ് വെള്ളം ഒഴിച്ച് ആ പുളിയുടെ പേസ്റ്റ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കഷ്ണങ്ങൾ നല്ലോണം മുങ്ങി കിട്ടാനുള്ള ആ ലെവലിൽ പുളി പിഴിഞ്ഞ് ഇതുപോലെ ഒഴിക്കുക. ഇതിലേക്ക് സ്വാദിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വേവിച്ചെടുക്കുക. പ്രഷർ താഴ്ന്നതിന് ശേഷം കുക്കർ തുറന്ന് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പം കഷ്ണങ്ങൾ യോജിച്ചല്ല വന്നിരിക്കുന്നത്. അത് നല്ലവണ്ണം യോജിച്ച് നല്ല കുറുകിയ ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശകലം കഷ്ണങ്ങൾ തവി കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിള വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് തിളപ്പിച്ച് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് എടുക്കുക. ഇതുപോലെ നല്ല കുറുകിയ കത്തിരിക്ക ഗൊസ്സ് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള മല്ലിയിലയും അലങ്കരിച്ച് നമുക്കിത് സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ കുക്കറിൽ എല്ലാവരും തയ്യാറാക്കുക.